ഇതിനകത്ത് ഏതാണ്ട് ഒരു 220 മേൽ ഇനം സസ്യങ്ങൾ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ചന്ദന മരം കാണുന്നത്. ഇപ്പോൾ റോൾസ് റോയ്സിന് ഇന്റീരിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വുഡ് ഇതിൻ്റെയാണ് അല്ലേ? ഫോഗ് ഉണ്ടാകും ഈ സെന്ററിൽ. വയനാടൊക്കെ കാണുന്ന കോടമഞ്ഞില്ലേ, ആ കോടമഞ്ഞ് ചേർത്തലയിൽ ഉണ്ടാക്കും. ഒരു ആത്മീയതയുടെ പിൻബലമില്ലാതെ ഒരാശയവും സ്വീകരിക്കപ്പെടില്ല നമ്മുടെ നാട്ടിലല്ലേ, ഭാരതത്തിൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ജീവിക്കുന്ന ലോകം എൻ്റെ മാത്രമല്ല എന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചില ആൾക്കാർ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അങ്ങനെ ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1.5 ഏക്കർ സ്ഥലത്ത് കംപ്ലീറ്റ് കാട് അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തു. അതൊരു വലിയ കാര്യമാണ്. കാരണം വളരെ ലജ്ജയോടെ ഞാൻ പറയുകയാണ്, ഞാൻ തന്നെ ഒരു മരം വെച്ചിട്ട് ഏകദേശം എനിക്കൊന്ന് കാലങ്ങളായി. ഇതിനകത്ത് പല വൃക്ഷങ്ങളും അദ്ദേഹം തന്നെ നട്ടു വളർത്തിയാണെന്ന് പറയുമ്പോൾ അതായത് 25 വർഷത്തോളം പഴക്കമുള്ള വൃക്ഷങ്ങൾ ഇതിൽ നിൽപ്പുണ്ട്. അതുപോലൊരു മഹത് വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ. എൻ്റെ പേര് KV ദയാൽ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്തിലാണ് ചെയ്യുന്നത്. എൻ്റെ ക്വാളിഫിക്കേഷൻ MCOM ആണ്. എൻ്റെ തൊഴിലെന്ന് പറയുന്നത് കയർ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ബിസിനസ്സാണ്. എനിക്കിവിടെ 1.5 ഏക്കറാണ്. 1.5 ഏക്കർ, അതിൽ 1 ഏക്കർ കാടും 1/2 ഏക്കർ ഭക്ഷണം വിളയുന്ന കാട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാടിനെ ബേസ് ചെയ്തിട്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കാടും കൃഷിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതി, ഒരു പുതുയുഗ കൃഷി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അത് ഒരു എവർഗ്രീൻ ട്രീയിൽ നിന്നും വരണം. അങ്ങനെ മനുഷ്യൻ്റെ ആരോഗ്യവും വീണ്ടെടുക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ ബേസ് ചെയ്ത് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുക. അവരിലൂടെ എന്നിലേക്ക് എത്താൻ പറ്റും. സാർ, ഈ ഇങ്ങനൊരു കാട് ഉണ്ടാക്കാനായിട്ടുള്ള ആശയം സാറിന് എവിടെ ആയിട്ട്? ഇനി ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടല്ല? ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൺസെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടുകൊണ്ടാണോ സാർ ഇത് ചെയ്തത്? അതോ അല്ല, ഞാനിത് തുടങ്ങുന്നതിന് ഒരു കാരണം ഉണ്ടായി. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഞാൻ കയർ ബിസിനസ്സുകാരനാണ്, കയർ എക്സ്പോർട്ട് ബിസിനസ്സായിരുന്നു. അപ്പം നമ്മൾ തെങ്ങിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഈ തെങ്ങ് കൃഷി പൂർണ്ണമായും നാശമായി. ആ ഓല മഞ്ഞളിച്ച്, ചെല്ലുകുത്തി, ചെന്നീരൊളിച്ച്, കാറ്റുവീഴ്ച വന്ന് പൂർണ്ണ നാശത്തിലെത്തി. 9,000 തേങ്ങ ഇട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് അവസാനം കിട്ടിയത് 500 തേങ്ങയാണ്. ഞാൻ വിചാരിച്ചത് റബ്ബർ കൃഷിക്കാർ റബ്ബർ കൃഷിയെ സംരക്ഷിക്കുന്നത് പോലെ തെങ്ങ് കൃഷിക്കാർ ഇതിന് സംരക്ഷണം കൊടുക്കാഞ്ഞിട്ടാണ് ഇതിന് രോഗം വരുന്നതാണ് ഞാൻ ധരിച്ചിരുന്നത്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ശാസ്ത്രജ്ഞരും കൃഷി വിഭാഗക്കാർ പറയുന്ന സകലതും ഞാൻ ചെയ്തു. ഇങ്ങനെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാൻ നോക്കിയോ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഒരു പ്രൊഫസർ ജോൺ സി ജേക്കബ് ഉണ്ട്, പയ്യന്നൂർ കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്. ജോൺ സി സാറിൻ്റെ വഴി തന്നെ പ്രകൃതി കൃഷി എന്ന് പറയുന്ന ആശയം ജപ്പാനിലെ ഒരു കൃഷി ശാസ്ത്രജ്ഞനായ മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്ന ആളിൻ്റെ ഒരു കൃഷി രീതിയുണ്ട്. പ്രകൃതി അനുസരിച്ചുള്ള പ്രകൃതി കൃഷി എന്ന് പറഞ്ഞ് ഞാൻ നടപ്പിലാക്കി. 6 വർഷം ഫെയിലൂറായി, കൃഷി ഫെയിലൂറായി. 6 വർഷം. അപ്പോഴെല്ലാവരും വഴക്കായി. അവസാനം ഞാൻ ജോൺ സി സാറിൻ്റെ തന്നെ പറഞ്ഞു, സാറേ ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയല്ല. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ ആസ്ട്രേലിയയിലെ ബിൽ മോളിസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിനൊരു കൃഷി രീതിയുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെതും കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ ഹൈദരാബാദിൽ നിന്നും ഒരു ഡോക്ടർ വെങ്കടിനെ കൊണ്ടുവന്നു. അത് പെർമാകൾച്ചർ എന്ന് പറഞ്ഞ കൃഷി രീതി പ്രചരിപ്പിക്കുന്ന സംഘടന. അതിൻ്റെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വയനാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 7 ദിവസത്തെ ട്രെയിനിങ്.
ആ ട്രെയിനിങ്ങിൽ വെച്ചാണ് കാട് പോലെ ആക്കണമെന്നുള്ളൊരു സന്ദേശം കിട്ടുന്നത്. കമ്പാനിയൻഷിപ്പ് ഓഫ് പ്ലാന്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഒരുമിച്ച് സഹകരിച്ചും വളരുന്ന സസ്യങ്ങളാണ്. സഹകരണമാണ് നിലനിൽപ്പിൻ്റെ ആധാരശില എന്ന് പഠിക്കണം അവിടെ. അപ്പം മരങ്ങളെ തമ്മിൽ സഹകരിപ്പിച്ച് വളർത്തിയാൽ നമുക്ക് കൃഷി കിട്ടുമെന്നുള്ളത് മനസ്സിലായി. ഇവിടെ വന്ന് പിന്നെ ഞാൻ തുടങ്ങി. അങ്ങനെയാണ് കാടിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. തരിശായി കിടന്ന ഒരു ഇതിനെ ഫലഭൂഷ്ടമായിട്ട് മണ്ണാക്കാൻ വേണ്ടിയാണ് സാർ ആദ്യം ശ്രമിച്ചത് അല്ല? ഇപ്പോഴും അതിന്റെ ഒരു പ്രോസസ്സ് ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഏതാണ്ട് ഒരു 220 മേൽ ഇനം സസ്യങ്ങൾ, അതായത് ഈ പ്രദേശത്ത് വളരുന്ന എല്ലാ സസ്യങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. സസ്യജാലങ്ങൾ പെരുകണം, ആനുപാതികമായി വേണം ജീവജാലങ്ങൾ പെരുകാൻ എന്ന് പറയുന്ന ആ പ്രകൃതിയുടെ മാത്തമാറ്റിക്സ് നമ്മൾ പാലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള ജീവജാലങ്ങളുടെയും മാലിന്യങ്ങൾ മുഴുവൻ കൺസ്യൂം ചെയ്യുന്നത് സസ്യങ്ങളാണ്. ഇതാണ് ഈ വൻമരം അങ്ങനെ എത്രയോ ഉയരത്തിൽ പോയി, കാട്ടിൽ പോയിരിക്കുന്നത് പോലെ തന്നെ പോയിരിക്കുന്നു. ഇവിടെ ഫോറസ്റ്റുകാർ വന്നിട്ട് എൻ്റെ മഹാഗണി, താന്നി, മട്ടി ഈ 3 മരങ്ങൾ അളന്നു. അപ്പോൾ അവർ പറഞ്ഞു കാടിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതിനേക്കാളും വളരെ ഇതിലുണ്ടാകും. അപ്പോൾ ഇതാണ് മരോട്ടി എന്ന് പറയുന്നത്. ഈ വെളുത്ത മരം എന്ന് പറയുന്നത് മരോട്ടിയാണ്. പ്രായമുള്ളവരൊക്കെ പറഞ്ഞു മരോട്ടിക്ക് പോലെ എന്ന് പറയുന്നത് ആ ഒരു മരം. ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ഈ മരം കാണുന്നത്. ആ ഒരു മരം കണ്ട, അതാണ് എൻ്റെ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ മരം. ആ ഒരു മരം നോക്കി എന്ത് വലുപ്പത്തിലാണെന്ന് നോക്കി. അത് നട്ടതുമല്ല, തന്നെ കിളുത്തുന്നതാണ്. ആന കിളുത്താണ്, വെട്ടിക്കളഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. വില ഇത് തീപ്പെട്ടിക്കൊള്ളിക്ക് വേണ്ടിയിട്ട് പോകുന്നൊരു മരം. അപ്പൊ ഒരു നിശ്ചിത പേരെന്താണ്? മട്ടി അല്ലെങ്കിൽ തീപ്പെട്ടി മരം. 4 റബ്ബറുണ്ട് ഇവിടെ. റബ്ബർ വളരില്ല എന്നാണ് ആളുകളുടെ വിചാരം. 4 റബ്ബറുണ്ട്. നല്ലോണം പാലും കിട്ടിയതാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ചന്ദന മരം ഞാൻ കാണുന്നത്. നമ്മുടെ മണ്ണിലല്ല ഇത് നന്നായിട്ട് വളരുക, ചുവന്ന മണ്ണിലാണ് നന്നായിട്ട് മണ്ണിലാണ്. പക്ഷേ ഇവിടെ ഇത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ താനേകൾ പാരസൈറ്റ് വർഗത്തിൽപ്പെട്ട ഒരു മരമാണ്. അതായത് കുഞ്ഞിലെ പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ മണ്ണിനടിയിൽ വേരിനകത്ത് പോയി വേറെ ചെടികളുടെ വേരിനകത്തുനിന്ന് അവർ വലിച്ചെടുത്ത വളം വലിച്ചു വേണം അവർ വളരാൻ. ഇതെന്ന് പറഞ്ഞാൽ വാൾനട്ട് എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ തൈയാണിത്. വളരെ റയറും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മരമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ റോൾസ് റോയ്സിനെ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വുഡ് ഇതിലാണ് അല്ലേ, വാൾനട്ടിൻ്റെ. ഒരു ചെറിയ തൈയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. വലിയ മരം ഉണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി. നമ്മുടെ സ്കൂളുണ്ട്, ഞങ്ങൾക്ക് സ്കൂളുണ്ട്. ആ സ്കൂളിലെ ഫർണിച്ചർ പണിത് കുട്ടികൾക്ക് ഇരിക്കാനും അവരുടെ ഡെസ്കും ഒക്കെ ഞാൻ അതുകൊണ്ട് ചെയ്തല്ലേ. അവോക്കാഡോ എന്ന് പറയുന്ന ഒരു മരമാണ്. അവോക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും, അല്ലെ വെണ്ണപ്പഴം എന്ന് പറയും. ഇത് ശരിക്കും ഫാറ്റാണ്, വെണ്ണയാണ് അതിനകത്ത്. വെണ്ണ വാട്ടർ സോളുബിൾ ഫാറ്റാണ്. ആഫ്രിക്കൻ പിസ്ത നമുക്ക് പിസ്ത കിട്ടില്ലേ, അതിനേക്കാളും നല്ല വെറൈറ്റി പിസ്തയാണ്. ഇത് ചൈനീസ് പുളിയ. നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട്. അതേ കൊലയായിട്ടുണ്ട് അപ്പുറത്ത്. ഇത് വേണ്ട മധുരക്കിഴങ്ങിന്റെ ഒരു വള്ളിച്ചെടിയാണിത്. പിന്നെ അതുകൂടാതെ കപ്പ ഉണ്ട്, ചേന, ചേമ്പ്, പൈനാപ്പിളിൻ്റെയും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടർ ട്രീ എന്നാണ്. ഇത് നല്ലതായിട്ട് ചുമക്കുമോ? നല്ല ചുവപ്പ് റെഡാണ്. അതിനകത്തും തിന്നാം, പുറമേ തിന്നാം. പിന്നെ വേറെ സംഭവം വെച്ചാൽ മേക്കാച്ചിൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് കാച്ചിൽ തന്നെയാണ്, അത് താഴെയും അതിൻ്റെ കായ ഉണ്ടാവും, മേളിലും ഉണ്ടാവും. അതുകൊണ്ട് ഇത് മേളിലുണ്ടായേക്കുന്നതാണ്. ഇത് പല ഷേപ്പിലുണ്ട്. ഇതിൻ്റെ പേര് ബിലാത്തി കപ്പലിൻ്റെ എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കായ. ഇവിടെ താഴെ ഒരെണ്ണം കിടന്നാണ്. ഇതിനകത്ത് പരിപ്പുണ്ടാവും. അത്യാവശ്യം നല്ല ഹാർഡാണ് ഈ സാധനം. കറക്കും, നല്ല കറുപ്പ്, നല്ലതായിട്ട് കറക്കും എന്നാണ് പറയുന്നത്. കറുത്ത് കഴിഞ്ഞാൽ പൊട്ടി ചെതറി താഴെ വീഴും. അന്നേരം എടുത്ത് നമ്മൾ മണലും കൂടി ഇട്ട് വറക്കാം. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു കൈലാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. കൈലാസം രൂപപ്പെടുത്തിയെടുക്കുക. ഒരു അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ പരന്ന സ്ഥലമല്ലേ ഇവിടെ നമ്മൾ. പക്ഷേ കുളം കൊഴുത്ത മണ്ണെടുത്ത് ഞാൻ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഒരു കുന്നുണ്ടാക്കിയിട്ട് കുന്നേലും കൂടി മരം പിടിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു കൈലാസത്തിൻ്റെ ഷേപ്പ് തന്നെ ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് കൈലാസം എന്ന് പേര് കിട്ടും. അതിൻ്റെ ഇറമ്പിൽ ഒരു കാവുണ്ടാക്കി, നമ്മളെ സർപ്പക്കാവ് പോലത്തെ ഒരു കാവ്
ഒരു കുളം, ഒരു കുന്ന്, ഇത് മൂന്നും ചേർന്നിട്ട് സ്വാഭാവികമായി വളരുന്ന മരങ്ങൾ വളർത്തുക. വളർത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാകും. നമ്മുടെ പണ്ടുള്ള ജീവിത രീതിയിൽ ഒരു തറവാടാണെങ്കിൽ ഒരു കാവുണ്ടാകും, കുളവും കാര്യങ്ങളും അല്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. അതെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇൻക്ലൂസീവ് ആക്കി അതെല്ലാം നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ സൈഡിൽ നമ്മൾ ഇത് ഫോഗ് ഉണ്ടാകും. ഈ സെന്ററിൽ ഈ കുളവും കുന്നും കാവും ചേർന്നിട്ട് ഇവിടുന്ന് നമുക്ക് കോടമഞ്ഞില്ലേ, വയനാടൊക്കെ കാണുന്ന കോടമഞ്ഞില്ലേ, ആ കോടമഞ്ഞ് ചേർത്തലയിൽ ഉണ്ടാക്കും. പ്രാക്ടിക്കലാണ്. അത് ആമസോൺ വനാന്തരങ്ങളിൽ ഒരു മഴക്കാറുണ്ടാകുന്നത് എങ്ങനെയാണ്, ഫോഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് വളരെ ക്ലിയറായിട്ട് സയൻറ്റിഫിക് സ്റ്റഡി ഉണ്ട്. പൊട്ടാസ്യം പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിൽ വരും. മണ്ണിൽ നിന്നും പൊട്ടാസ്യം പാർട്ടിക്കിൾസിനെ സസ്യജാലങ്ങളും എടുക്കും, സൂക്ഷ്മജീവികളും എടുക്കും. എടുത്തിട്ട് അവർ അന്തരീക്ഷത്തിലേക്ക് സ്പ്രേ ചെയ്യും. നമ്മളിപ്പോൾ മഞ്ഞുകാലത്ത് വർത്തമാനം പറഞ്ഞാൽ ഒരു ഫോഗല്ലേ, അതേമാതിരി അവർ പുറത്തേക്ക് വിടുന്നതിനകത്താണ് അന്തരീക്ഷത്തിലെ തണുപ്പ് കണ്ടൻസ് ചെയ്യുന്നത്. അതാണ് ഫോഗ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ തമിഴ്നാടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈനാണ്. തമിഴ്നാട് മാത്രമല്ല, പ്ലെയിൻ ലാൻഡ്സുകൾ മുഴുവൻ. അപ്പോൾ തമിഴ്നാട്ടിൽ പറയുന്നു, നിങ്ങളുടെ കൃഷിയിടത്തിൽ 1 ഏക്കറിൽ ഒരു 10 സെൻറ്റുള്ള ഒരു കൈലാസം നിങ്ങളുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ തമിഴർ അത് ചെയ്യും. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. നമുക്കിപ്പോൾ കേരളത്തിൽ കാവ് ഒരു വിശ്വാസമല്ലായിരുന്നു. അതേമാതിരി അവരുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലാൻഡ് മാറ്റി വെക്കാൻ അവർ സമ്മതിക്കില്ല. അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു തമിഴ്നാടുകാർ വന്നു കഴിഞ്ഞു. തമിഴ്നാട് കാറ്റിനെ തടുക്കാനായിട്ടുള്ള വിൻഡ് ബ്രേക്കാണ് ഈ കുന്ന്. ഇത് കൺസെപ്റ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് നമ്മുടെ. നല്ല ശക്തമായ കാറ്റ് വന്നാൽ മണ്ണേലിടിക്കണം, മരത്തേലിടിച്ചാൽ പോരാ. മണ്ണേൽ കാറ്റിടിച്ചിട്ട് പൊങ്ങും. ഇടിഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ തടയും. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഴിയാണ്. അപ്പൊ കാറ്റ് കീഴ്പോട്ട് പോകും. കാറ്റിന്റെ വെലോസിറ്റി നമുക്ക് 0 ആക്കാം. ദൈവികമായ ഒരു പരിവേഷം കൊടുക്കാമെങ്കിൽ, അതായത് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ആത്മീയതയുടെ പിൻബലമില്ലാതെ ഒരാശയവും സ്വീകരിക്കപ്പെടില്ല. നമ്മുടെ നാട്ടിലല്ലേ, ഭാരതത്തിൽ ഒരു ആത്മീയതയുടെ പിൻബലം വേണം. ഒരു ഫിലോസഫിക്കൽ സപ്പോർട്ട് കൊടുക്കണം. എത്ര വലിയ സയൻസ് ആണെന്ന് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അതേസമയം ഇത് പറയണമെങ്കിൽ അവർ കണ്ണടച്ചങ്ങ് ചെയ്യും. ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ്. ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഗൾഫ് മേഖല 250-350 വർഷത്തെ ജോലി കിടക്കണം. അവിടെ ഒന്ന് കാടാക്കി കൊടുക്കാനുള്ള പഠിച്ചാൽ മതി. ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ ദുബായ് സർവേ നടത്തിയിട്ടുണ്ട്. ദുബായിൽ പോയി സർവേ നടത്തി 3 പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ പ്ലാന്റ് മതി അവിടെ കാടുണ്ടാക്കാനായിട്ട്. ആ പ്ലാന്റിൻ്റെ ചൂട് പിടിച്ച് നമ്മൾ കാടാക്കും. ഗൾഫ് പ്രൊജക്റ്റ് ട്രൈ ചെയ്തിട്ടിരിക്കുകയാണ് 2 വിധത്തിൽ. ഗവൺമെൻറ് പ്രൊജക്റ്റ് നോക്കുന്നുണ്ട്, പ്രൈവറ്റ് ഏജൻസി വഴി നോക്കുന്നുണ്ട്. അത് കിട്ടിയാൽ അപ്പം തന്നെ ഒരു പുതിയ കോഴ്സ് അനൗൺസ് ചെയ്യും. അതായത് ഡെസേർട്ട് കൺവേർഷൻ, മരുഭൂമിയിൽ നിന്നും മരുപ്പച്ചയിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിന് ഒരു കോഴ്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ പ്രൊജക്റ്റ് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. അവർക്ക് അതല്ലാതെ ഇനി വേറെ സ്കോപ്പില്ല. ഡീസൽ, പെട്രോൾ, ക്രൂഡ് ഓയിൽ ഇല്ല. ഇനി അവർക്ക് ആകെപ്പാടുള്ള ടൂറിസമാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലാന്റിങ് ഉണ്ടായിരുന്നു, മരങ്ങൾ പിടിച്ചിട്ട്. ഇതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു പ്രതീക്ഷയാണ്. ഗൾഫിൽ സ്വാധീനമുള്ളവരുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്തവർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യുക. എത്രയോ മനുഷ്യർക്ക്, പിള്ളേർക്ക് ജോലി കൊടുക്കുന്നത്. അപ്പോൾ സാർ അതിന് വില്ലിംഗ് ആണ്. സാറിൻ്റെ സ്റ്റുഡൻസും അതിന് 100% വില്ലിംഗ് ആണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ടുകൾ? ഗവൺമെന്റ് എനിക്ക് 2006 വനമിത്ര പുരസ്കാരം ആദ്യത്തെ എനിക്ക് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ആദ്യത്തെ അവാർഡ് എനിക്കാണ് കിട്ടിയതല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി അത് നമുക്കെല്ലാം കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പം അത്രയും ചെയ്ത ഒരാൾക്ക്
നമുക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ടൊന്നും എന്ത് ഗിഫ്റ്റ് കൊടുത്താലും നമുക്കത് പോരാന്നൊരു തോന്നലുണ്ടാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുക, നമ്മുടെ നാട്ടിൽ ആദരിക്കുക, ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ ചടങ്ങ്. ഇത് നമ്മുടെ ചാനലിൻ്റെ പേരിലൊന്നും ചെയ്യുന്നതല്ല, പുതിയ ജനറേഷനെ മൊത്തം ആൾക്കാരെയും പ്രതികരിച്ച് ഞാനും എൻ്റെ വൈഫും കൂടാണ് അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നത്. സന്തോഷം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം നടന്ന വഴികളിലൂടെ നമുക്ക് നടക്കാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.